എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബീൻസ് വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി ഡിഷാട്ടോ ചെയ്യുന്നത്. സാധാരണ നമ്മൾ ബീൻസ് വെച്ചിട്ട് തോരനൊക്കെ ചെയ്യുന്നതിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ടുള്ള ഒരു ഡിഷാട്ടോ ഇതൊരു ശ്രീലങ്കൻ ഡിഷാണ്. അതിനായിട്ട് നമ്മളൊരു പാൻ വെച്ച് ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പം നമുക്കതിൽ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്കിതിൽ ചെറിയൊരു പീസ് പട്ട കൂടിപ്പോരുത് കേട്ടോ, ചെറിയൊരു പീസ് മതി, ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സ്മെല്ല് മുന്നിട്ട് നിൽക്കും. ഒരു പട്ടയോടെ ഇട്ട് ഒന്ന് മൂപ്പിക്കാം. ഇനി നമുക്കൊരു 3-4 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതുകൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാനിപ്പോൾ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഒരു സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതുകൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. സവാളയൊക്കെ ഒന്ന് വാടി വരണം. ഒരുപാടങ്ങ് വെന്ത് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് വാടി അതിൻ്റെ കളറൊന്ന് മാറി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഈ കാശ്മീരി ചില്ലി ചേർക്കുന്നത് ഒരു കളറിന് വേണ്ടി മാത്രമാട്ടോ. നമ്മൾ എരിവിനായിട്ട് ചേർക്കുന്നത് പച്ചമുളകാണ്. നമുക്ക് കുറച്ച് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കാം. ഇനി നമുക്കിതിൽ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ ഇതിൽ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ. ബീൻസും ഈ മസാലയും എല്ലാം ഒന്ന് മിക്സായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെള്ളത്തിന് പകരം തേങ്ങാപ്പാലാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം ഞാനൊരു 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബീൻസിന് അളവിനനുസരിച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം തേങ്ങാപ്പാലെല്ലാം വറ്റി ബീൻസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരണ്ടിയതൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ, പക്ഷേ തേങ്ങയോടെ ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റായിരിക്കും. തേങ്ങയോടെ ചേർത്തിട്ട് ഈ തേങ്ങയും കൂടെ ഒന്ന് വാടി വരണം. അതിനുവേണ്ടി നമുക്ക് ഒരു 2 മിനിറ്റ് കൂടി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിഷാട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോഴിനി നല്ല നല്ല വീഡിയോസുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.